വാക്കുകളുടെ ഭാരം. വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള മറ്റൊരു നഗരത്തിലെ നല്ലൊരു കോളേജിൽ ജെയിംസിന് അഡ്മിഷൻ ലഭിച്ചു. അത് അഭിമാനകരവും എന്നാൽ വേദന നിറഞ്ഞതുമായ ഒരു നിമിഷമായിരുന്നു. ആദ്യമായി അവന് മാതാക്കളെ വിട്ടു നിൽക്കേണ്ടി വന്നു. ജെയിംസ് തൻ്റെ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും ശേഷം ജനിച്ചവൻ. കാതറിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറും ഒരു മകനായിരുന്നില്ല, അവനൊരു അത്ഭുതമായിരുന്നു. അവൾ കൊതിച്ച ഒരു സമ്മാനം. കോളേജിലെ ജീവിതം ഒരേ സമയം ആവേശകരവും അമിത ഭാരമുള്ളതായും തോന്നി. പുതിയ സുഹൃത്തുക്കൾ, സ്വാതന്ത്ര്യം, യാത്രകൾ, ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങൾ. പ്രത്യേകിച്ച് സാമൂഹിക ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ പതുക്കെ തിരിച്ചു. ഇതിനിടയിലെല്ലാം കാതറിൻ അവനെ ദിവസവും വിളിക്കുമായിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? നിനക്ക് സുഖമാണോ? ആരോഗ്യം ശ്രദ്ധിക്കുക. നീണ്ടതും ശ്രദ്ധ തിരിക്കുന്നതുമായ ഒരു ദിവസത്തിന് ശേഷം ജെയിംസിന് അസ്വസ്ഥത തോന്നി. അവൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇതിനകം തന്നെ ദേഷ്യത്തിൽ അവൻ ഫോൺ എടുത്തു. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്, വീണ്ടും വിളിക്കുന്നത്? അവൻ രൂക്ഷമായി ചോദിച്ചു. ഞാൻ തിരക്കിലാണ്, ദയവായി എപ്പോഴും വിളിക്കുന്നത് നിർത്തുക. അവിടെ നിശബ്ദത നിറഞ്ഞു. കാതറിൻ മൃദുവായി മറുപടി നൽകി. ഞാൻ വിഷമിച്ചു. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണമായിരുന്നു. എന്നാൽ ഇപ്പോഴും നിരാശനായ ജെയിംസ് കോൾ കട്ട് ചെയ്തു. ആ രാത്രി ശബ്ദവും സുഹൃത്തുക്കളും ശ്രദ്ധ തിരിക്കുന്നവയുമായ ചുറ്റുപാടുണ്ടായിട്ടും എന്തോ ശൂന്യത അനുഭവപ്പെട്ടു. ആദ്യമായി അവൻ്റെ ഫോൺ വീണ്ടും അടിച്ചില്ല. പിറ്റേന്ന് കോളില്ല. അതിനുശേഷമുള്ള ദിവസം എന്നിട്ടും ഒന്നുമില്ല. ഒരിക്കൽ അവനെ അലോസരപ്പെടുത്തിയത് ഇപ്പോൾ അവന് വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു സായാഹ്നത്തിൽ തനിച്ചിരുന്ന് അവൻ ഫോണിലെ പഴയ സന്ദേശങ്ങൾ സ്ക്രോൾ ചെയ്തു. നീ ഭക്ഷണം കഴിച്ചോ? സൂക്ഷിക്കണം എൻ്റെ മോനെ, ഞാൻ എല്ലാ ദിവസവും നിനക്കായി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഹൃദയം ഭാരപ്പെട്ടു. അവൻ ഓർത്തു, ശാന്തമായ നാവ് ഒരു ജീവവൃക്ഷമാണ്, എന്നാൽ വികൃതമായ നാവ് ആത്മാവിനെ തകർക്കുന്നു. അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ അശ്രദ്ധമായ കോപം നിറഞ്ഞ വാക്കുകൾ അവനെ ലഭിക്കാൻ മാത്രം വർഷങ്ങളോളം കാത്തിരുന്ന, അവനെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച ആളെ വേദനിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഒട്ടും വൈകാതെ അവൻ അവളെ വിളിച്ചു. അവൾ ഉടനെ ഫോൺ എടുത്തു. അമ്മ, അവൻ മൃദുവായി പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കാതറിൻ്റെ ശബ്ദം സൗമ്യവും സ്നേഹം നിറഞ്ഞതുമായിരുന്നു. എനിക്കറിയാം ജെയിംസ്, നീ വളരെ ദൂരെയാണ്. നിനക്ക് സുഖമാണെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആഗ്രഹിച്ചു. ആ നിമിഷം ജെയിംസ് ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കി. അവൻ എത്ര ദൂരെ പോയാലും അവളുടെ സ്നേഹം അവനരികിൽ ഉണ്ടായിരുന്നു. അന്നു മുതൽ അവൻ തൻ്റെ ദേഷ്യം കുറയ്ക്കുവാൻ മാത്രമല്ല ശ്രമിച്ചത്, വളരെ ശ്രദ്ധയോടെ സംസാരിക്കാൻ അവൻ പഠിച്ചു, പ്രത്യേകിച്ച് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട്. പാഠം: ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ആഴത്തിൽ വേദനിപ്പിക്കും. മൃദുവായ നാവ് ജീവൻ നൽകുന്നു, എന്നാൽ കഠിനമായ വാക്കുകൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കും. നിങ്ങളുടെ വാക്കുകൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. കാരണം സ്നേഹം അർഹിക്കുന്നത് ദയയാണ്, അശ്രദ്ധയല്ല. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. സദൃശവാക്യങ്ങൾ 15:4.